4 വർഷം മുമ്പ് പൂന്തോട്ടവും ശില്പങ്ങളുമൊക്കെ മനോഹരമാക്കിയ നെന്മാറ വക്കാവിലെ ശാന്തിഗൃഹത്തിലേക്ക് വീണ്ടും ഒന്ന് പോയാലോ? റിപ്പോർട്ടിലേക്ക്. ഒരു കാലത്ത് ആരും വരാൻ ഭയന്നിരുന്ന വക്കാവ് ശാന്തിഗൃഹം നെന്മാറ പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതി പൂങ്കാവനമാക്കി മാറ്റിയിരുന്നു. മിയോവാക്കി, ശലഭോദ്യാനം, നക്ഷത്രവനം എന്നിവയൊരുക്കി വർണ്ണങ്ങൾ നിറഞ്ഞ പ്രതിമകൾ സ്ഥാപിച്ച് ശ്മശാനത്തിന് പുതിയ മുഖം നൽകുകയായിരുന്നു പഞ്ചായത്ത്. ശ്മശാനമെന്ന് കേൾക്കുമ്പോഴുള്ള ആളുകളുടെ പൊതുചിന്താഗതിയെ പഴങ്കഥയാക്കി മാറ്റിയ അന്നത്തെ ഭരണസമിതി അംഗങ്ങളുടെ പുതിയ ആശയം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഒറ്റനോട്ടത്തിൽ ഒരു പാർക്കിനെ അനുസ്മരിപ്പിക്കും വിധം മനോഹരമായിരുന്ന വക്കാവ് ശാന്തിഗൃഹത്തിന്റെ നിലവിലെ സ്ഥിതി ഇതാണ്. പൂന്തോട്ടവും ചെടികളും മരങ്ങളുമൊക്കെ പരിപാലനമില്ലാതെ ഉണങ്ങിത്തുടങ്ങി. കാടുകയറിയ ശ്മശാനത്തിന്റെ പല ഭാഗങ്ങളും ഇഴജന്തുക്കളുടെ ആവാസകേന്ദ്രമായി. ശ്മശാനത്തിൽ സ്ഥാപിച്ച പ്രതിമകൾ നിറം മങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 32ഓളം പ്രതിമകളാണ് ശ്മശാനം സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്നത്. മാലിന്യക്കൂമ്പാരമായിരുന്ന ശ്മശാനഭൂമി ഇത്തരത്തിൽ നവീകരിച്ചപ്പോൾ അതു കാണാനായി മാത്രം ആളുകൾ വന്നിരുന്നു. ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ വേറിട്ട പദ്ധതി പരിപാലിക്കാതെ നിലവിലെ ഭരണസമിതി നശിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം. കഴിഞ്ഞ ഭരണസമിതി ഒരുപാട് പദ്ധതികളാണ്, ഒരുപാട് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായി ഈ ശാന്തിഗൃഹത്തിലും മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രമായ ഈ സ്ഥലത്തും നക്ഷത്രവനം, അതുപോലെ തന്നെ ശലഭോദ്യാനം, അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ 2ാമത് നിബിഡ വനമായ മിയോവാക്കി വനം, അതുപോലെ തന്നെ ഒരുപാട് ശില്പങ്ങൾ എല്ലാം കഴിഞ്ഞ ഭരണസമിതി നടപ്പാക്കിയ പദ്ധതികളായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മിയോവാക്കി വനം കരിഞ്ഞു നിൽക്കുന്നു, ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നു. ശലഭോദ്യാനമില്ല, നക്ഷത്രവനമില്ല. ഇവിടെയുള്ള ശില്പങ്ങൾ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒന്ന് പെയിൻ്റ് അടിച്ച് ഒരു നല്ല ശില്പങ്ങളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പലതവണ ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടിട്ട് പോലും അത് ചെയ്യാൻ പോലും കൂട്ടാക്കാത്ത ഭരണ സംവിധാനമാണ് നെന്മാറ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശാന്തി വനവും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രവും നമ്മുടെ കേരളത്തിൽ തന്നെ മാതൃകയായ ഒരു പദ്ധതിയായിരുന്നു. കേരളത്തിൽ തന്നെ നെന്മാറ പാലക്കാട് ജില്ലയ്ക്ക് തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന മാതൃകയായൊരു സ്ഥാപനത്തെ ഈ ഭരണ സംവിധാനം വന്നതിന് ശേഷം നശിപ്പിച്ച് എല്ലാ സംവിധാനങ്ങളും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ നിരന്തരം ഭരണസമിതി യോഗങ്ങളിലെല്ലാം ആവശ്യപ്പെടുന്നു ഇതിനെല്ലാം ഈ ശില്പങ്ങളെയും നക്ഷത്രവനവും ശലഭോദ്യാനവും മിയോവാക്കി ഉൾപ്പെടെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് നടപ്പാക്കാത്തൊരവസ്ഥയിലാണ്. കാടായും പാഴായും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ശ്മശാനത്തിലേക്ക് ആളുകൾ വരാൻ ഭയക്കുകയാണെന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത്. പ്രേമാട്ടിൻ്റെ ഭരണത്തിൽ ഈ ശ്മശാനം പൂങ്കാവനമാക്കി ഇപ്പോൾ അതൊക്കെ കാട് പിടിച്ച് പ്രതിമകളൊക്കെ കേടുവന്ന് ഇലങ്കോല് പോയിക്കൊണ്ട് കിടക്കുകയാണ് ഇവിടെ. ഇപ്പോൾ അങ്ങനെ വീണ്ടും പഴയ പോലെ കാട് പിടിച്ച് ശ്മശാനത്തിൽ വേസ്റ്റ് കണ്ടമാനം കൊണ്ട് തള്ളി എടുക്കാൻ പറ്റാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ പാമ്പുകളുടെ ശല്യമുണ്ട്, എലിൻ്റെ ശല്യമുണ്ട്, നായ്ക്കളുടെ ശല്യമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.